ഗവർണറുടെ അധികാരങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകം പുറത്തിറങ്ങിയിരിക്കുകയാണ്, കുട്ടികളിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് ഗവർണറെ കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉള്ളത്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച പാഠ്യ പദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു വരികയാണ്. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പുസ്തകങ്ങളും പരിഷ്കരിച്ച് അച്ചടി പൂർത്തിയാക്കി വിദ്യാലയങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. ഇത് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം പാഠപുസ്തക നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്രമായി രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ആകെ 593 പാഠപുസ്തകങ്ങളാണ് 2.5 വർഷം കൊണ്ട് പരിഷ്കരിച്ചത്. സാധാരണഗതിയിൽ ഒരു ചെറിയ പരിഷ്കരണം നടത്തിയാൽ തന്നെ ഒരുപാട് വിമർശനവും ഇതൊക്കെ വരുന്ന സ്ഥിതിയാണുള്ളത്. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളും അടുത്ത അധ്യയന വർഷം പരിഷ്കരിച്ച് കുട്ടികളുടെ കൈകളിൽ എത്തിക്കും. അതിനുവേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 2,04,14,000 2ാം ഭാഗം പാഠപുസ്തകങ്ങളാണ് അച്ചടിച്ച് വിതരണം ചെയ്തത്. എല്ലാം സമയബന്ധമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള NCERTയുടെ ഡയറക്ടറുണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഭരണഘടനാ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാകും നമ്മുടെ പുതിയ പാഠപുസ്തകങ്ങൾ എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് കേരളത്തിൻ്റെ നയമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയമാണ്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിൽ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളും പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞു.